ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് പതിവായിട്ടുള്ള വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. പതിവായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഗാർഡനിലുള്ള പണിക്ക് വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ മിനി ഗാർഡനിൽ നല്ലൊരു ഫ്ലവർ പൂത്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഫ്ലവറിങ് പ്ലാന്റ്സ് അധികം ഇല്ല എൻ്റെ ഗാർഡനിൽ, എന്നാലും അത്യാവശ്യത്തിന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നട്ട ആ ചെടിക്കെല്ലാം വെള്ളം നനപ്പിച്ചിട്ട് ആ ചെടി എങ്ങനെ ഇരിക്കണമെന്നെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. ഫുഡിന് ഇന്ന് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. വറുത്തരച്ച കടലക്കറി അടിപൊളി ടേസ്റ്റാണ്. ഒരു ദിവസം കടലക്കറിയുടെ ഞാൻ റെസിപ്പി ഒരു ദിവസം ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയ്ക്കും ഇടാൻ പറ്റിയില്ല. ഉടനെ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ അടിപൊളി സ്ട്രോങ് ചായയും കുടിച്ചിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് ചെറിയൊരു ഉറക്കലായിട്ടിട്ട് പിന്നെ അങ്ങനെ ജോലിക്ക് ഇറങ്ങിയായിരുന്നു. 11-11:30 എല്ലാം ഇപ്പോൾ ജോലിക്ക് ഇറങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അങ്ങനെ പന്നീറിന് ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ പന്നീർ നമ്മൾ മേക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് ഹോം മെയ്ഡ് പന്നീറുണ്ട്. നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യുന്നുവെങ്കിൽ 3-4 ദിവസത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 2-3 ദിവസമായി ഓർഡർ തന്നിട്ട് നമ്മൾ ഈ പന്നീർ മേക്ക് ചെയ്യുമ്പോഴേ നല്ല ഫുൾ ഫാറ്റ് പാലാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു അങ്കിളിൻ്റെ അടുത്തുനിന്ന് പാലെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ പാല് നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വിനാഗിരി ഒഴിച്ച് കുറച്ച് ചൂടായതിനുടനെ പാലെല്ലാം തിരഞ്ഞു വന്നു. ഇനി നമ്മൾ അരിച്ച് മാറ്റി പന്നീർ മാത്രം മാറ്റി എടുക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പന്നീർ മേക്കർ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എളുപ്പം നമുക്ക് പന്നീർ റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന ഈ പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അങ്ങനെ പന്നീർ മേക്കറിനെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം റെഡി ചെയ്ത പന്നീറിനെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലുള്ള ആ ടോപ്പ് അടപ്പൊന്ന് എടുത്ത് വച്ചിട്ട് പിന്നെ ഒരു വെയിറ്റ് എടുത്ത് വെക്കണം. അങ്ങനെ എല്ലാ വെള്ളവും വാർന്ന് വന്നതിന് ശേഷം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള പന്നീർ നമുക്ക് ലഭിക്കും കേട്ടോ. ഇതാണ് നമ്മൾ വീട്ടിൽ മേക്ക് ചെയ്തെടുത്ത ഹോം മെയ്ഡ് പന്നീർ. നിങ്ങൾക്കും ഇതേപോലെ വളരെ എളുപ്പം നമുക്ക് പന്നീർ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വലിയ പൈസ എല്ലാം കൊടുത്ത് കടയിൽ നിന്നൊന്നും മേടിക്കാനൊന്നും പോകണ്ട. വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് പന്നീർ ആവശ്യമുണ്ടെങ്കിൽ കീഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ വിളിച്ചൊന്ന് ഓർഡർ ചെയ്താൽ മതി. ഒരു 3 ദിവസത്തിൽ നിങ്ങൾക്ക് പന്നീർ നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ലഭിക്കും. ആവശ്യമുള്ളവരൊന്ന് വിളിച്ച് ഓർഡർ ചെയ്തേക്കണം കേട്ടോ. ഇതോടെ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ട് ട്രാവൽ ചെയ്യുക. ലവ് യു ഓൾ.